എല്ലാവർക്കും നമസ്കാരം. കരിയർ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കിങ് സെക്ടറിൽ നിന്ന് ലൈവായിട്ടുള്ള 3 ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ജോബ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത് HSBCയിലാണ്. HSBC നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്റർനാഷണൽ ബാങ്കാണ്. അവർക്ക് നാട്ടില് എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ മാത്രമാണ് ഒരു ബ്രാഞ്ച് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ തന്നെ യൂണിവേഴ്സൽ ബാങ്കർ എന്നൊരു പൊസിഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് വെബ്സൈറ്റിനുള്ളിലേക്ക് പോകാം. യൂണിവേഴ്സൽ ബാങ്കർ റീറ്റെയിൽ ബാങ്കിങ് ആണ്, അതായത് നമ്മുടെ ബ്രാഞ്ചിലുള്ള ജോലിയാണിത്. കസ്റ്റമർ ഫേസിങ് ആയിരിക്കും കൂടുതലും. ഓഫീസ് വർക്കിംഗ് സ്റ്റൈലാണ്, ഹൈബ്രിഡ് അല്ല. അപ്പോൾ എന്തായാലും എണീറ്റ് പോകേണ്ട വരും ഓഫീസിലേക്ക്. ഓപ്പണിംഗ് 3-ാം തീയതി ഓപ്പണായി. ഇനിയിപ്പം 17-ാം തീയതി സെപ്റ്റംബർ വരെ സമയമുണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ. ജസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇനീഷ്യലി ഇവർ അവരുടെ മിഷൻ വിഷൻ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവർ കൂടുതലും ഒരു ആന്റി മണി ലോണ്ടറിങ്ങും ഫ്രോഡ് ഡിറ്റൻഷൻ, ഈ പറഞ്ഞ പോലെ റിസ്ക് അസസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജോലിയുടെ പാർട്ടാകുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ട് എവിടെയാ പറയുന്നതെന്ന് നോക്കാം. അത് ഓക്കെ. റോൾ ഡയമെൻഷൻ has exceptional and updated knowledge of banking products and systems and processes. ബാങ്കിങ് ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, ബാങ്കിങ്ങിൽ കുറേ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അക്കൗണ്ട് തുടങ്ങി, ഇൻഷുറൻസ് തുടങ്ങി, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി, ഡെപ്പോസിറ്റ്സ് തുടങ്ങി, അങ്ങനെ കാർഡ്സ് തുടങ്ങി, അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഒരു ബാങ്കിന് ഒരു കസ്റ്റമറിന് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഗ്രാജുവേറ്റ് വിത്ത് 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് ഫ്രഷേഴ്സിനല്ല, ഓൾറെഡി ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നെക്സ്റ്റ് ലെവൽ കരിയർ പ്രോഗ്രഷൻ എന്നുള്ള രീതിക്കാണ് ഈ റോൾ ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നെ എന്താ, കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നാച്ചുറലി ബാങ്കിങ് ജോലികൾക്കെല്ലാം കസ്റ്റമർ സർവീസ് ആ ഒരു സ്കില്ലുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാങ്കിങ്ങിൽ ഉള്ളത് കൊണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ബാങ്കിങ്ങിൻ്റെ ഒരു ഒരു വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാമായിരിക്കുമല്ലോ. കസ്റ്റമറിനെ മീറ്റ് ചെയ്യേണ്ട വരും, കസ്റ്റമറുമായിട്ട് ഫോണിലും ഇമെയിൽസിലും സംസാരിക്കേണ്ട വരും. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഇവർ അഡീഷണൽ ഇൻഫർമേഷനിൽ ആൻറ്റി മണി ലോണ്ടറിങ്ങിൻ്റെ ഒക്കെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കമ്പനി സ്പോൺസേഡ് ആയിരിക്കും. സാലറിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ യൂണിവേഴ്സൽ ബാങ്കർ എന്നാണ് പറയുന്നത്. അത് നല്ല റോളാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പ്രോഗ്രഷനിൽ HSBC എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് എന്തുകൊണ്ടും. അപ്പോൾ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയിട്ട് ഫിൽട്ടർ ഓപ്ഷനിൽ കേരള കൊടുത്ത് ഈ ജോബ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. കൊച്ചിയിൽ ഇവർക്ക് MG റോഡിലാണ് ഇവരുടെ ഒരു ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ആകെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കുള്ളത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു അപ്കമിങ്, കേരളത്തിൽ എസ്പെഷ്യലി മാർക്കറ്റിൽ കൂടുതൽ പ്രസൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് IDFC ബാങ്ക്. അതിൽ NRI കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ എന്നുള്ളൊരു പൊസിഷനാണ് അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ കേരളയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ലൊക്കേഷൻ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. NRIs ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ബാങ്കിങ് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുക, ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് മേജറായിട്ട് എനിക്ക് തോന്നുന്നത്. റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്കൊരു സ്പെസിഫിക് ഒരു സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ അസൈൻ ചെയ്യും. ഇത്ര
കസ്റ്റമേഴ്സിനെ അസൈൻ ചെയ്യും. നമ്മൾ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് കൊടുത്താൽ മതി. ഒബ്വിയസ്ലി ബാങ്കിങ്ങിൻ്റെ അതർ പ്രോഡക്ട്സ് എനിക്കൊന്ന് ക്രോസ് സെല്ലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇതിനകത്ത്. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 5 to 10 years ഓഫ് റെലവൻറ്റ് ബാങ്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മാനേജർ കുറച്ച് ഒരു ബിഗിനർ പൊസിഷൻ അല്ല. കാരണം ഹൈ എൻഡ്, അതായത് ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഡീൽ ചെയ്യുന്നത്. അപ്പം അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി എന്തായാലും ഈ റോളിന് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള കോമ്പൻസേഷനും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 5 to 10 years ഓഫ് റിലവൻറ്റ് ബാങ്കിങ് എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ കരിയർ പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഈ ജോലി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. എഗെയിൻ IDFC ബാങ്കിൻ്റെ കരിയർ പേജിൽ ഇത് കിടപ്പുണ്ട്. വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനകത്തൊരു എൻഡ് ഡേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എല്ലാ ജോലികളും അപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നോക്കിയിട്ട് മാക്സിമം കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ റെസ്യൂംസ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് റെസ്യൂം ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്റ്റാൻഡേർഡ് റെസ്യൂം വെച്ച് നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കോള് വരണം എന്നില്ല ശരിക്കും. ഇപ്പം എസ്പെഷ്യലി ഓർഗനൈസേഷൻസ് എല്ലാം AI കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇത്ര ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അവർ AI ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുറെ ഫിൽട്ടർ ചെയ്യുന്നത്. അതിലൊരു മേജർ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവർ കീവേഡ് വെച്ച് ഐഡന്റിഫൈ ചെയ്യും. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡും നമ്മുടെ റെസ്യൂംസിലുള്ള കീവേഡും എത്രത്തോളം അലൈൻ ആകുന്നു, അവർക്ക് അത്രയും ആ റെസ്യൂംസിന് അവർ അടുത്ത ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിലോ കേസ് സ്റ്റഡി ഉണ്ടെങ്കിലോ അങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ റെസ്യൂംസ് ആണ് ഇവര് സെലക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്തിട്ട് അല്ലാതെ ഒരു ലാറ്ററൽ എൻട്രി ആണ്, റെഫറൽ വഴിയാണ്, നിങ്ങളുടെ തന്നെ കൊളീഗ്സിന്റെ അല്ലെങ്കിൽ എക്സ് കൊളീഗ്സിന്റെ ഒക്കെ ഒരു റെക്കമെൻഡേഷൻ വഴിയാണ് ഇന്റർവ്യൂക്ക് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ വലിയൊരു റെസ്യൂം അയച്ച് കീവേഡ്സ് വെച്ച് അലൈൻ ചെയ്യണമെന്നൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് വെബ്സൈറ്റ് പോയി അപ്ലൈ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ലാറ്ററലായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സ് ത്രൂ നെറ്റ്വർക്ക് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. IDFC ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ, NRI കസ്റ്റമേഴ്സിന്റെ, കൊച്ചിയാണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഉള്ളത് HDFC ബാങ്കാണ്. ഇന്ത്യയിൽ ഇപ്പോൾ SBIയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ SBIയിലേക്കാളും കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ബാങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാങ്ക് നെറ്റ്വർക്ക്, ബാങ്ക്സും ബ്രാഞ്ചുകളുടെ എണ്ണമൊക്കെ അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈലാണ്. ബിസിനസ് ഡെവലപ്മെന്റ് എന്നാണ് ഈ ഇവരുടെ ടൈറ്റിൽ തന്നെ. അതായത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നുമല്ല ആയിരിക്കും ഫുൾ ജോബ് റോള്. ചോദിച്ചിരിക്കുന്നത് 2 വർഷമോ കൂടുതലോ ഉള്ള ഒരു എക്സ്പീരിയൻസ് വിൽ ബി എൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പോലും ഇവർക്ക് ഗ്രാജുവേറ്റ്സിന് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ബ്രാഞ്ചിൽ ഇരുന്നുള്ള ഒരു ജോലി ആയിരിക്കത്തില്ല. ഇപ്പൊ ഇവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ മാനേജിങ് ബിസിനസ് റിലേഷൻസ് വിത്ത് ഡെവലപ്പേഴ്സ്, ഡെവലപ്മെന്റ് അതോറിറ്റീസ് ആൻഡ് കോർപ്പറേറ്റ്സ്. അതായത് ഈ ബാങ്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ്, ഓഫീസസ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ക്ലയൻസ് ആയിട്ടുള്ള ഈ കമ്പനികളൊക്കെ ആയിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിലൊരു മേജർ റെസ്പോൺസിബിലിറ്റി. അപ്പം നമുക്ക് അവരെ മീറ്റ് ചെയ്യേണ്ടി വരും, അവരോട് സംസാരിക്കേണ്ടി വരും, അവരുടെ ഫങ്ഷൻസിനൊക്കെ പോകേണ്ടി വരും, അവരെ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്തേണ്ടി വരും. കാരണം ബാങ്കിങ്ങിൽ നല്ലപോലെ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. നമുക്ക് തന്നെ അറിയാം എത്ര ബാങ്കുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന്. അപ്പം
നമ്മൾ അതേപോലെ നമ്മുടെ ബാങ്കിന്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഈ റോളിലുള്ളവർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സപ്പോർട്ട് സെയിൽസ് ഫോഴ്സ് ത്രൂ ബിസിനസ് സോഴ്സ് മാപ്പിംഗ്, അതായത് നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണം. മാർക്കറ്റ് അനലൈസ് ചെയ്യണം, ബിസിനസ് സ്ട്രാറ്റജീസ് കൊണ്ടുവരണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ റെക്കമെൻഡേഷനൊക്കെ കൊടുക്കേണ്ട ഒരു റോളും കൂടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ, വായിച്ചു നോക്കിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് ചാടി ചാടി നിൽക്കാനും ആൾക്കാരുടെ ഒക്കെ പോയിട്ട് സംസാരിക്കാനും ഇടിച്ചു കയറിയൊക്കെ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യാം. നല്ല കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്ന കാലിക്കറ്റ്, കണ്ണൂർ ആ ഭാഗങ്ങളിലാണ്. പേ പാക്കേജ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ സംസാരിച്ച 3 റോൾസിനും പേ പാക്കേജ് പറയാത്തതിന്റെ കാര്യം, ഇത് സ്റ്റാർട്ടിംഗ് ലെവൽ ആയിട്ടുള്ള ജോലികളല്ല. കൂടുതലും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ഉള്ളവരുടെയും കൂടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ജോലികളാണ്. അപ്പം അങ്ങനെയുള്ള ജോലികൾക്ക് എല്ലാവർക്കും ഒരു സാലറി ഡിസ്കഷൻ റൗണ്ട് എന്തായാലും കാണും. ഇനിഷ്യലി ഒരു ഇന്റർവ്യൂ കാണും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു HR-ന്റെ വക ഒരു ഡിസ്കഷൻ എന്തായാലും കാണും. അപ്പം അതിൽ സാലറി ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അങ്ങനെ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ 3 ജോലികളുമാണ് മേജറായിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ HSBCയുടെ അതിന് ഒരു എൻഡ് ഡേറ്റ് ഉണ്ട്. 17 സെപ്റ്റംബർ ആണ് എൻഡ് ഡേറ്റ്. അത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ബാക്കി രണ്ടിനും റെസ്യൂം അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഈ HSBCയുടെ ഈ ജോലിക്ക് ഞാൻ കയറി നോക്കിയപ്പോഴത്തേനും ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ലിങ്ക്ഡിനിൽ കൂടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 2 ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു. കൂടുതൽ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. പേജും ചാനലും ഫോളോ ചെയ്യുക. ബൈ.